ഹായ് ഓൾ, ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യം നമ്മൾ സാധാരണ ചെയിൻ എടുക്കുന്ന പോലെ എടുക്കുക. എന്നിട്ട് അതിലോട്ടൊരു ബീഡിനെ ഇറക്കി കൊടുക്കുക. ദെൻ ആ ബീഡിൻ്റെ വീതിയിൽ നമ്മൾ എൻഡ്ലോക്ക് ചെയ്യുമ്പം ചെയിൻ എടുക്കുന്ന പോലെ ആദ്യത്തെ ചെയിനിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ വേറൊരു ചെയിനിനെ എടുക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ദെൻ അടുത്ത ബീഡിനെ ഇറക്കി കൊടുക്കുക. സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ നൂല് വലിച്ച് അടുപ്പിക്കാണ്ട് ഏകദേശം ആ ബീഡിന് നിൽക്കേണ്ട ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ചെയിൻ എടുക്കുക. ദെൻ നമ്മൾ നൂല് വലിച്ച് അടുപ്പിച്ചു കൊടുക്കുക. അപ്പം ബീഡ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറവായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം വരാറുണ്ട് ചിലർക്ക്. നമ്മുടെ ബീഡ്സിൻ്റെ തറ്റവും ചെയിനും നമ്മുടെ നൂലും ഹുക്കും ഒക്കെ കൂടെ ജോയിൻ ആവുമ്പോൾ നൂല് പൊട്ടിപ്പോകുന്നൊരു ഇഷ്യൂ വരാറുണ്ട്. അത് ഇതിൽ മാറിക്കിട്ടും. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാപ്പ് ഇല്ലാണ്ട് ബീഡ്സ് വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളൊരു കോർണർ ചെയ്യുവാണെങ്കിൽ കോർണറിൽ നമ്മൾ ആദ്യം ചെറിയൊരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത ഡയറക്ഷനിലോട്ട് ബീഡ്സിനെ ഇടാൻ തുടങ്ങുന്നത്. അത് സാധാരണ നമ്മൾ ചെയിൻ സ്റ്റിച്ചിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ബീഡ്സ് വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ഡയറക്ഷൻ മാറുമ്പോൾ നമ്മൾ ചെയിൻ ലോക്ക് ഇട്ടിട്ടാണ് മാറാറ്. ബീഡ്സിന് നിൽക്കേണ്ട ഗ്യാപ്പിൽ മാത്രം ചെയിൻ എടുക്കുക കേട്ടോ. എന്നിട്ട് അടുപ്പിച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ അടുത്തടുത്ത് ബീഡ്സ് വന്ന് നിന്നോളൂ കേട്ടോ. നമ്മൾ എടുക്കുന്ന ചെയിനിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ബീഡ്സ് ആ ഒരു ഇതിൽ നിൽക്കും. കണ്ടോ, ഗ്യാപ്പില്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും.